നമസ്കാരം. അധ്യാത്മരാമായണം തുടരുകയാണ്. ഇന്ന് അയോധ്യാകാണ്ഡത്തിൽ അഭിഷേക വിഘ്നം, വിച്ഛിന്നാഭിഷേകം, ലക്ഷ്മണോപദേശം, രാമസീതാ തത്വം, വനയാത്ര എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂപനും കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. പങ്കജനേത്രനാം രാമനുഷസിന്നു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം, സത്യസന്ധൻ ഭുവിരാജ ദശരഥനെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ രണ്ടുവരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാ. താതൻ നിനക്കഭിഷേകമാർത്തയുടനാദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു നീ, 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതു, ചെയ്കാഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. സൗമിത്രി തന്നോടിവണ്ണമരുൾ ചെയ്തു സൗഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ. കാനനവാസം സുഖമായി വരും തവ മാനസേ, ഖേദം കുറച്ചു വാണിടുകിൽ. തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനുകൂലം. ത്വൽപാദസേവാർത്തമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ മോദാലതിനായി അനുവദിച്ചിടണം. എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ. തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ. താതനറികെടോ ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിടിനാൾ. മുന്നിൽ നടപ്പേൻ വനത്തിനു ഞാൻ, മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ
മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു. പിന്നെ ഉപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. കേകയപുത്രിക്കു 2 വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതിവാക്കുകൾ കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവമരുൾ ചെയ്തിതന്നേരം. രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ തനന്തൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേ വരും. നമസ്കാരം. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. നാം ദശാവതാരങ്ങളെക്കുറിച്ചാണ് 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഭഗവാന്റെ 5ാമത്തെ അവതാരമായ വാമന അവതാരത്തെക്കുറിച്ച് ചിന്തിക്കണം. പ്രഹ്ലാദൻ്റെ മകൻ വീരോചനൻ, വീരോചൻ്റെ മകനാണ് മഹാബലി. ധർമ്മിഷ്ഠൻ, സത്യസന്ധൻ, മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. അദ്ദേഹം ലോകം ഭരിക്കാൻ തുടങ്ങി. ലോകം ധർമ്മത്താൽ സമ്പുഷ്ടമായി എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്: പ്രതിസന്ധി, പ്രലോഭനം, പ്രശംസ. ഇതിൽ അപകടകാരിയാണ് പ്രശംസ. പ്രതിസന്ധികൾ ജീവിതത്തിൽ സാധാരണ ഉണ്ടാവും, നമ്മളതിനെ മറികടക്കണം. പ്രലോഭനങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ, മദ്യത്തിന് അടിമപ്പെടാനൊക്കെ ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാവും. തെറ്റുകൾ ചെയ്യുവാൻ വേണ്ടി പ്രലോഭനങ്ങൾ ധാരാളമുണ്ട്. പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവൻ ജീവിതത്തിൽ ഗുരുതരമായ തെറ്റിലേക്ക് വഴുതി വീഴുന്നു. എന്നാൽ പ്രശംസയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചുറ്റും, അധികാരത്തിന് ചുറ്റും ഉപചാപക വൃന്ദങ്ങൾ രൂപപ്പെടും. അവർ പ്രശംസിച്ചു കൊണ്ടേയിരിക്കും. ആ പ്രശംസയിൽ വീണു പോകരുത്. ഉപദേശികൾ പലപ്പോഴും പ്രശംസിച്ച് രാജാവിനെ വഷളായിക്കളയും. ഇങ്ങനെ മഹാബലിയുടെ ഉപദേശികൾ, അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ പ്രശംസിച്ചു കൊണ്ടേയിരുന്നു. അങ്ങ് ദേവലോകത്തിലെ രാജാവാകേണ്ട ആളാണ്. അങ്ങനെ ദേവലോകത്തെ രാജാവാകുവാൻ വേണ്ടി ഭൂമിയിൽ യാഗം തുടങ്ങിയപ്പോൾ ദേവന്മാർ ചെന്നിട്ട് മഹാവിഷ്ണുവിനോട് പറഞ്ഞു, അങ്ങയുടെ പരമഭക്തൻ ദേവലോകത്തിൻ്റെ സിംഹാസനത്തിന് ആഗ്രഹിക്കുകയാണ്. ദേവന്മാരുടെ സിംഹാസനം ദേവന്മാർക്കും, മനുഷ്യന്മാരുടെ രാജാവ് മനുഷ്യനും, അസുരന്മാരുടെ രാജാവ് അസുരനുമായിരിക്കണം. ദേവന്മാരൊരിക്കലും അസുരരാജ്യത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടി സമരം നടത്തിയിട്ടില്ല. ദേവന്മാരൊരിക്കലും മനുഷ്യലോകത്തിൻ്റെ സിംഹാസനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാൽ പല അസുരന്മാരും പല മനുഷ്യന്മാരും ദേവലോക സിംഹാസനം കൈയടക്കാൻ വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്താറുണ്ട്. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുക. നമ്മൾ പറയാറുണ്ട്, നമുക്ക് അർഹമായതെന്തോ അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവൻ്റേത് നേടിയെടുക്കുവാൻ നാം പരിശ്രമിച്ചാൽ നമുക്കുള്ളതും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദേവലോകത്തെ സിംഹാസനത്തിന് വേണ്ടി യാഗം നടത്തുമെന്ന് അറിഞ്ഞപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, അതെൻ്റെ പരമഭക്തനാണ്, ഞാൻ ഇടപെടാം. വാമനമൂർത്തിയായിട്ട് അവതരിച്ചു. വളരെ ചെറിയൊരു ബ്രാഹ്മണനായിട്ട് മഹാബലി കരികിലേക്ക് വരുന്നു. രാജസദസ്സിലേക്കാണ് വരുന്നത്. എല്ലാവരും വളരെ മനോഹരമായിട്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചു. എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് വേണം, വെറും 3 അടി മണ്ണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളും നോക്കിയാണ് മഹാബലി. ഇത്രയേ ഉള്ളൂ.
അപ്പം 3 അടി മണ്ണെന്ന് പറയുമ്പോൾ ഇത്ര വലിപ്പം ഉണ്ടാവും. ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായ രാജാവിനോട് പറയുന്നത് ഇത്ര മണ്ണ്, ഒരു സ്ക്വയർ ഫീറ്റ് മണ്ണ് എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ പാദങ്ങൾ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. നമ്മൾ ആരെയും നിസ്സാരന്മാരായിട്ട് കണക്കാക്കരുത്. മഹാബലി പറഞ്ഞു പോയൊരു വാക്കറം പറ്റി. ബലി പറഞ്ഞു, എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അളന്നെടുത്തോളൂ. 2 അടി കൊണ്ട് സമസ്ത ലോകവും അളന്നു ഭഗവാൻ. ആകാശം മുട്ടേ വളർന്ന വാമനമൂർത്തി 2 അടി കൊണ്ട് സമസ്ത ലോകവും അളന്നെടുത്തിട്ട് 3-ാമത്തെ അടി പൊക്കി വെച്ചിട്ട് ചോദിച്ചു, എവിടെ മോനെ സ്ഥലം? ഭഗവാന്റെ ആ വലിപ്പത്തിന് മുന്നിൽ, ഈശ്വരന് മുന്നിൽ നിസാരനായിപ്പോയ ബലി സാഷ്ടാംഗം നമസ്കരിച്ച് എന്നോട് മാപ്പ് നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷയാചിച്ച, ക്ഷമാപണം ചെയ്ത ആ ദിവസമാണ് വാമനമൂർത്തി അവതരിച്ച് മഹാബലിയെ ശുദ്ധീകരിച്ച ദിവസത്തെയാണ് നാം ഓണമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇത് വികലമാണ്. മാവേലി നാടുവാണി ഇടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അങ്ങനെ നല്ലവനായ ഒരു മഹാബലി നാട് ഭരിക്കുമ്പോൾ ദുഷ്ടന്മാരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ വാമനമൂർത്തിയായിട്ട് അയച്ചിട്ട് ഇദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന വികലമായൊരു കഥയാണ് മലയാളികൾ നമ്മുടെയെല്ലാം ചെറുപ്പത്തിൽ നമ്മൾ കേട്ടുപഠിച്ചത്. ഇന്ന് മാറി വരുന്നു. വാമനമൂർത്തിക്ക് വേണ്ടി നമ്മൾ ഭാരതം മുഴുവൻ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മഹാബലിക്ക് വേണ്ടി എവിടെ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല. മഹാവിഷ്ണുവിൻ്റെ 5-ാമത്തെ അവതാരത്തെ ദുഷ്ടനായിട്ട് കാണാൻ നമുക്ക് കഴിയുമോ? അപ്പം അത് വികലമായിട്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നത്. അങ്ങനെയെങ്കിൽ ആ വാമനമൂർത്തിയായിട്ടാണ് 5-ാമത് അവതരിച്ചെങ്കിൽ 6-ാമത്തേതാണ് പരശുരാമൻ. അപ്പോഴൊരു കൺഫ്യൂഷൻ വരും. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ പരശുരാമൻ ഉണ്ടാക്കിയ കേരളം എങ്ങനെയാണ് മഹാബലി ഭരിക്കുക? വാമനമൂർത്തി ഉണ്ടായത് മഹാബലിയുടെ ആ കാലഘട്ടത്തിലാണല്ലോ. വാമനമൂർത്തി അവതരിച്ച കാലത്ത് മഹാബലി ഭരിച്ച നാടിൻ്റെ പേര് ഭൃഗുകച്ഛം എന്നായിരുന്നു. ഇന്നത്തെ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഇതെങ്ങനെ കേരളത്തിൽ വന്നു? നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ഇവിടെയാണ്. ഇന്നത്തെ ഉത്തർപ്രദേശിലെ മധുരയിലാണ്. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടക്കുന്നത് കേരളത്തിലാണ്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഉത്തർപ്രദേശിലില്ല. ശ്രീരാമചന്ദ്ര മഹാദേവൻ ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് അയോധ്യയിലാണ്. പക്ഷെ അവിടെ കർക്കിടകം രാമായണ മാസമല്ല. ആ രാമായണ മാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊന്നിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഇവിടുന്ന് ഒരു 3000 കിലോമീറ്റർ അകലെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചതും 3000 കിലോമീറ്റർ അകലെയാണ്. പക്ഷെ അവിടെയുള്ള ഭഗവാന്മാരുടെ ജീവചരിത്രം നമുക്കറിയില്ലേ? ഗുരുവായൂരപ്പനാരാണ്? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും അറിയാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ? അപ്പോൾ ഈ ഭാരതം എന്നും എക്കാലത്തും ഏകമായിരുന്നു. ആചാരങ്ങളിൽ, വേഷങ്ങളിൽ, ഭാഷയിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ കാശ്മീരിൽ ചെന്നിട്ട് നീ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ചോദിച്ചാൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ നമസ്കാരം പറഞ്ഞാൽ മനസ്സിലാവും, ജയ് റാം പറഞ്ഞാൽ മനസ്സിലാവും, സീതാറാം എന്ന മറുപടി അവൻ തരും. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിൽ എവിടെ സഞ്ചരിച്ച് നിങ്ങൾ ജയ് റാം പറഞ്ഞാലും സീതാറാം എന്ന മറുപടി കിട്ടും. ശിവനെയും വിഷ്ണുവിനെയും രാമനെയും കൃഷ്ണനെയും അറിയാത്ത ഭാരതമില്ല. നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, വേഷവും ഭക്ഷണവും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ആ സത്വമാണ്, സത്വബോധമാണ് രാമനും കൃഷ്ണനും എന്നുകൂടി നാം അറിയണം. അതുകൊണ്ടാണ് മഹാബലി ഭരിച്ചത് ഭൃഗുകച്ഛം എന്ന് പറയുന്ന ആ ഭൂമിയാണ്. പരശുരാമൻ്റെ ജന്മ ഉദ്ദേശം ക്ഷത്രിയന്മാർക്കിടയിൽ, രാജാക്കന്മാർക്കിടയിൽ അഴിമതി വർദ്ധിച്ചപ്പോൾ ആ അഴിമതിയെ ശുദ്ധീകരിച്ചുകൊണ്ട് നാടിനെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രാചീന മനുഷ്യൻ്റെ പ്രതീകമായിട്ട് ശില കൊണ്ട് മഴുവുണ്ടാക്കിയ ആ ആയുധം ധരിച്ച പരശുരാമൻ, പരശു എന്നാൽ മഴുവാണ്, മഴുവിനെ ധരിച്ച രാമനാണ് മഹാവിഷ്ണുവിൻ്റെ 6-ാമത്തെ അവതാരമെങ്കിൽ 7-ാമത്തെ അവതാരം സമ്പൂർണ്ണ മനുഷ്യൻ ശ്രീരാമചന്ദ്ര മഹാദേവൻ. ആ ദേവനെക്കുറിച്ച് നമുക്കിനി വരുന്ന ദിവസങ്ങളെല്ലാം പറയേണ്ടതുകൊണ്ട് നമുക്ക് 8-ാമത്തെ അവതാരം ബലരാമനാണ്. ബലരാമൻ്റെ ആയുധം എന്താ? കലപ്പയാണ്. കൃഷി, ഗോരക്ഷ, വാണിജ്യം. അങ്ങനെ ഒരു നാടിനെ എങ്ങനെ സംരക്ഷിക്കാം? കാർഷികതയിലൂടെ നാടിനെ സംരക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇഷ്ടഭക്ഷണം കഴിക്കണം. ഇഷ്ടഭക്ഷണം എന്തൊക്കെയാണ്? പശുവിൻ്റെ മാംസമാണ് ഇഷ്ടഭക്ഷണം. 24 സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട്. 21 സംസ്ഥാനങ്ങളും ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. എന്താ കാരണം? മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്
രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ കൂടെയും സമ്പൂർണ്ണ ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന് പറയുന്ന സങ്കല്പം ഗാന്ധിജിയുടേതായിരുന്നു. അതുകൊണ്ടായിരുന്നു 1960-65 കാലഘട്ടങ്ങളിൽ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിടെ മൂവർണ്ണ കൊടിയുടെ മധ്യത്തിൽ പശുവും കിടാവുമായിരുന്നു. ചർക്കയായിരുന്നില്ല, പശുവും കിടാവുമായിരുന്നു. എന്തുകൊണ്ടാണ് ഭാരതം ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നത്? നമുക്കറിയാം ഈ ഭൂമിക്ക് ജീവനില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഹിന്ദുക്കൾ ഭൂമിയെ തൊട്ട് വന്ദിച്ചൊരു ശ്ലോകം ചൊല്ലും. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഭൂമിയിൽ ചവിട്ടാതെ എനിക്ക് ജീവിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറഞ്ഞ് ഈ മണ്ണിൻ്റെ അമ്മയാണ് മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന് വിശ്വസിച്ച് അതിനെ ആചരിക്കുന്നവനാണ് ഹിന്ദു. ഇത് 1-ാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ പ്രകൃതി ഒരിക്കലും ദുഷിക്കില്ലായിരുന്നു, നദികൾ ഒരിക്കലും ദുഷിക്കില്ലായിരുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടില്ലായിരുന്നു. പ്രകൃതിയെ, ഭാരതത്തെ, ഭൂമിയെ അമ്മയായി കണ്ടു നമ്മുടെ ഹിന്ദു സംസ്കാരം. വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മയെന്നും ഗംഗയെ ഗംഗാമാതാവെന്നും വിളിച്ചു. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റേതായതുകൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി ഗോമാതാവ്. അപ്പോൾ ചില ആളുകൾക്ക് ഇതിൻ്റെ മാംസം കഴിച്ചേ മതിയാവുള്ളൂ. DYFIക്കാർ ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും ബീഫ് ഫെസ്റ്റുകൾ നടത്തി. മഹാരാജാസ് കോളേജിൽ, കേരളവർമ്മ കോളേജിൽ അവരെന്തു ചെയ്തു? പശുവിൻ്റെ മാംസം കൊണ്ട് കപ്പ ബിരിയാണി തയ്യാറാക്കി കൊടുത്തു. നോക്കൂ, ഹിന്ദുക്കൾ ഒരിക്കൽ പോലും മുഹമ്മദ് നബിയുടെ ഫോട്ടോ വരച്ചിട്ടില്ല. ഇസ്ലാം മത വിശ്വാസപ്രകാരം മുഹമ്മദ് നബിയുടെ ഫോട്ടോ വരക്കാൻ പാടില്ല. ഇത് പോപ്പുലർ ഫ്രണ്ടുകാരനെ പേടിച്ച് കണ്ടിട്ട് ഭയന്നിട്ടല്ല, മറിച്ച് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനും സുഖത്തിനായി വരയണമെന്ന് ഞങ്ങളുടെ ഗുരുപരമ്പര ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അനേക ചിത്രങ്ങൾ വരക്കാം, പക്ഷേ മുഹമ്മദ് നബിയുടെ ചിത്രം വരക്കണമെന്നൊരു വാശി നിങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് ലോകത്ത് സംഘർഷങ്ങൾ കാരണമാവും. ഞാനൊരു ചിത്രം വരയ്ക്കുമ്പോൾ അത് അനേക കോടി എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനയെ സമ്മാനിക്കുന്നതാണെങ്കിൽ ഞാൻ ആ ചിത്രം വരയ്ക്കേണ്ടതില്ല. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങളുടെ, പക്ഷികളുടെ ഇറച്ചിയൊക്കെ തിന്നാൻ ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് പശുവിനെ ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബഹളമാണ്. എന്നാൽ ഉത്തരഭാരതത്തിൽ ഈ ബഹളമില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അയോധ്യയിൽ ഹനുമാൻ ഗഡ്ഡിയുടെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗോമാതാവ് ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വരികയാണ്. എല്ലാവരും തൊട്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പശുവിനെ കാണുമ്പോൾ ഇത് 1.5 കിൻഡൽ ഇറച്ചിയാണല്ലോ എന്ന് ചിന്തിക്കുന്നവൻ മലയാളിയാണ്, തമിഴ്നാട്ടുകാരനാണ്. മറിച്ച് അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റേതാണെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ഈ സംസ്കാരം. ആ കൃഷിയെയും ഗോരക്ഷയെയും വാണിജ്യത്തെയും നിലനിർത്തുവാൻ വേണ്ടിയുണ്ടായ അവതാരമാണ് ഭഗവാൻ ബലരാമൻ എന്നറിയണം. ആ ബലരാമന് ശേഷമാണ് 9ാമത്തെ അവതാരം ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ദശാവതാരങ്ങളുടെ യാത്ര നമുക്ക് നാളെ സമാപിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രനിലൂടെ യാത്ര ആരംഭിക്കാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നമസ്തേ. പരിത്യാഗിയാണ് ശ്രീ ഭരതസ്വാമി. ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് രാജഭരണം നടത്തിയയാൾ. അതേ രാജകീയ ഭാവത്തിലൂടെ ഭരതസ്വാമി കുടികൊള്ളുന്ന ഇടമാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. രാമായണത്തിലെ നീതിമാനാണ് ഭരതസ്വാമി. അയോധ്യയുടെ രാജാവാകാൻ അവസരം ലഭിച്ചിട്ടും രാമപാദുകത്തെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച ഭരണം നിർവഹിച്ച് രാജ്യത്തോട് കാണിച്ച പ്രതിബദ്ധത, ജ്യേഷ്ഠനായ രാമനോടുണ്ടായിരുന്ന സഹോദര സ്നേഹം, തന്നിൽ വിശ്വാസമർപ്പിച്ച് മുന്നിലെത്തുന്ന ഭക്തരോടും അതേ കരുതലും പ്രതിബദ്ധതയും തുടരുന്ന ഭരതസ്വാമി വാണരുളുന്ന പുണ്യഭൂമിയാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കോട്ടയത്തെ നാലമ്പലങ്ങളിലെ 3ാമിടം. കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പലങ്ങളിലൊന്നാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. പണ്ട് 5 മനക്കാർ താമസിച്ചിരുന്ന സ്ഥലം എന്ന നിലയ്ക്ക് അയ്മനകര എന്ന ഈ സ്ഥലത്തിന് പേരുണ്ടായിരുന്നു. പിന്നീട് അത് ലോപിച്ചാണ് ഇപ്പോഴുള്ള അമനകര എന്ന പേരുണ്ടായിട്ടുള്ളതെന്ന് സ്ഥലനാമചരിത്രത്തിൽ കാണാൻ സാധിക്കും. 2014 ഇപ്പോഴുള്ള ശ്രീ ഭരതസ്വാമി ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് പ്രവർത്തിച്ചു വരുന്നത്. വളരെ ഭംഗിയായി ചിട്ടയായി
ആചാരവിധി പ്രകാരമുള്ള ക്ഷേത്ര ആചാരങ്ങളെല്ലാം നടത്തിക്കൊണ്ട് 3 നേരം പൂജയും അതേപോലെ രണ്ട് പ്രാവശ്യമായി ക്ഷേത്ര ദർശനവും അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്ര സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ 1/2 നൂറ്റാണ്ടായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ തിരുനാളായിട്ടുള്ള തിരുവോണ നാളിൽ അഖണ്ഡ നാമജപം ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നടത്തുന്നുണ്ട്. അതിവിടുത്തെ ഈശ്വര ചൈതന്യത്തിനും അതുപോലെ ഇപ്പോൾ കാണുന്ന ഭൗതിക വർധനത്തിനുമെല്ലാം ഇടയായിട്ടുള്ളത് ഈ നാമജപമാണെന്ന് ഇവിടുത്തെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ വരെ തെളിഞ്ഞിട്ടുള്ളതാണ്. ആയിരത്തി 500-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിലും നമസ്കാര മണ്ഡപത്തിലും കേരള വാസ്തുകലയുടെ സമ്പൂർണ്ണ സമ്മിശ്രണം കാണാം. ആദ്യകാലത്ത് 5 മനകളുടെ കീഴിലായിരുന്നു ഈ പ്രദേശവും ക്ഷേത്രവും. ഇതിൽ 2 മനകൾ അന്യം നിന്നു പോവുകയും പിന്നീട് ക്ഷേത്രഭരണം അവശേഷിച്ച 3 ഇല്ലങ്ങളായ പുനം, പുതിയേടം, താമരമംഗലം എന്നിവരിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. നിത്യവും 3 പൂജകളുള്ള ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലക്കാർക്കാണ്. നാലമ്പല ദർശനത്തിനെത്തുന്നവർക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ക്ഷേത്രം തയ്യാറാണ്. മേടമാസത്തിലെ അനിഴത്തിന് കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 6 ദിവസത്തെ ഉത്സവവും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. മറ്റു വിശേഷ ഹൈന്ദവ ആഘോഷങ്ങളും ആചരണങ്ങളും പ്രൗഢഗംഭീരമായി തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു. രാമപുരം കൂത്താട്ടുകുളം വഴിയിലാണ് ഭരതസ്വാമിയുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം. ഭക്തരുടെ അന്നദാന പ്രഭുവാണ് അമനകരയിലെ ശ്രീ ഭരതസ്വാമി. നാലമ്പല ക്ഷേത്ര ദർശനത്തിലെ അന്നദാന സങ്കേതം കൂടിയാണ് ഈ ക്ഷേത്രം. നന്ദി, നമസ്തേ.